ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സർപ്രൈസ് വിസിറ്റ് ആണ് കേട്ടോ. രാവിലെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, എന്തുകൊണ്ട് നമുക്ക് ലൈവ് ചെയ്തുകൂടാന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അരമണിക്കൂർ പ്രാക്ടീസാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും നേരത്തെ പറയാത്തത് കൊണ്ട് തന്നെ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് നേരത്തെ പറഞ്ഞിട്ട് കുറേ പേർക്ക് കൂടുതൽ ജോയിൻ ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇന്ന് നമ്മളെ ലീഡ് ചെയ്യാനായിട്ട് നമ്മുടെ ആജൻ യോഗി നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമസ്കാരം എല്ലാവരും. ഓക്കെ, നമ്മുടെ വൈറ്റാലിറ്റി ക്യൂൻസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക് ഒരു വല്ലാത്തൊരു ആവേശമാണ്, ഒരു സ്പെഷ്യൽ ആവേശമാണ്. നമ്മുടെ ഈ ഗ്രൂപ്പ് തുടങ്ങിയതിൻ്റെ ഉദ്ദേശവും നമ്മുടെ ലക്ഷ്യം നമ്മൾ വളരെ ഭംഗിയായിട്ട് നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയും കാണുമ്പോഴേക്ക് വളരെ 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 സന്തോഷമുണ്ട്. ഇപ്പോൾ യോഗ മാത്രമല്ല, മറ്റു വ്യായാമ രീതികളും ഡാൻസും അതുപോലെ ജോണി ചേട്ടൻ്റെ പുഷപ്സും ഒക്കെ ജെൻസിയുടെ തട്ടുപൊളിപ്പൻ പ്രകടനങ്ങളും. ഇപ്പോൾ നമുക്ക് പുതിയ അതിഥികളുണ്ടല്ലോ, മൃദുല, പിന്നെ റെനു. നേരത്തെ ഒരുപാട് പേര് പങ്കെടുത്തിരുന്നു. ഇപ്പോ ജോലി തിരക്കുകൾ കാരണം പലരും മാറി നിൽപ്പുണ്ട്. പക്ഷെ എല്ലാവരും വരും, ഓരോ സമയത്ത് വരും. പക്ഷെ എല്ലാവരും ചെയ്യുന്നുണ്ട്, സ്ഥിരമായി അവരവരുടെ വീട്ടിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയൊരു ഷോർട്ട് പ്രാക്ടീസ് ചെയ്യാം. സാധാരണ ഒരു യോഗ സെഷൻ നമ്മൾ ചെയ്യുമ്പോഴേക്ക് അത് 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നീണ്ടു പോകാറുണ്ട്. വളരെ മുഴുവനും ചെയ്യുമ്പോഴേക്കും നമ്മൾ ആസനകളും പ്രാണായാമവും ശരിയായിട്ടുള്ള ബ്രീത്തിങ്ങും ഒക്കെ ചെയ്യുമ്പോഴേക്ക് കുറച്ച് സമയം എടുക്കും അത്. പക്ഷെ നമുക്കിന്ന് നമ്മുടെ ഗ്രൂപ്പിലെ പലരും ഇപ്പോൾ യോഗയിലായിരുന്നാലും വ്യായാമത്തിലായിരുന്നാലും പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണ്. നമുക്ക് ഒരുപാട് ചെയ്യാതെ കുറച്ച് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഷോർട്ട് പ്രാക്ടീസ് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്കൊരു മാറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. മാറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഒരു ടവലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാലും മതി. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഓക്കെ, കാല് ചമ്രം പണിഞ്ഞിരിക്കാം. ഇങ്ങനെ ഇരിക്കാനായിട്ട് കഴിഞ്ഞില്ല, തറയിലിരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ചിലർക്ക് അതിനുള്ള ശരീരം അതിന് തയ്യാറായിട്ടുണ്ടാവില്ലായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് തൽക്കാലം ചെയറിലിരിക്കുക. നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ആദ്യം നമ്മുടെ ശരീരവും മനസ്സും അതിൻ്റെ എനർജിയും ഒക്കെ നമുക്കൊന്ന് ഹാർമൈസ് ചെയ്യണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ കാല് മടക്കിയിരിക്കുക. ചിലർക്ക് പത്മാസനത്തിലിരിക്കാനാണ് താല്പര്യം. കാലുകളുടെ മുകളിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ വിശ്രമിക്കുക. നമ്മൾ സാധാരണ ചെയ്യുമ്പോഴേക്കും മുദ്രകൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ആ അഡ്വാൻസ് സ്റ്റേജിലേക്കൊന്നും പോകണ്ട. തൽക്കാലം നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവരാകാം, അതിനുവേണ്ടി ശ്രമിക്കാം. നിശ്ചലമായി ഇരുന്നിട്ട് നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും മെല്ലെ ശ്വാസം പുറത്തേക്ക് പോകുന്നതിലും ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ നെഞ്ചിലുള്ള ചലനങ്ങൾ ഒഴിവാക്കിയിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും നമ്മുടെ വയറ്റിലെ പേശികളെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴേക്ക് നമ്മുടെ വയറിങ്ങനെ ചെറിയൊരു ബലൂൺ പോലെ എക്സ്പാൻഡ് ചെയ്തിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴേക്ക് വയറ് ഉള്ളിലേക്ക് പോകണം. അപ്പോഴേക്ക് നമ്മുടെ ലങ്സ് പ്രോപ്പറായിട്ട് ഓക്സിജൻ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും കാർബൺ ഡയോക്സൈഡ് നന്നായിട്ട് പുറന്തള്ളുകയും ചെയ്യും. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് നമ്മൾ യോഗയിൽ പഠിക്കേണ്ടത്, നന്നായിട്ട് ശ്വസിക്കാനായിട്ട് പഠിക്കുക. ഒരു മിനിറ്റ് ഇതുപോലെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സ് നന്നായിട്ട് ശാന്തമാകും. ശരീരം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക്, എന്ത് പ്രവൃത്തിയായിരുന്നാലും അതിന് ശരീരവും ഊർജ്ജസ്വലമാകും. നാലഞ്ച് തവണ കൂടെ നമുക്ക് ബ്രീത്ത് ചെയ്യാം.
വെരി ഗുഡ്. ഭാവിയിൽ നമ്മൾ വീണ്ടും ഇതുപോലെ ലൈവ് ക്ലാസ്സുകളൊക്കെ വരുമ്പോഴേക്ക് ശരിയായിട്ട് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടതെന്നും അതിൻ്റെ പ്രാണായാമം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രാണായാമം ഒക്കെ നമുക്ക് പഠിക്കാം മെല്ലെ മെല്ലെ. ഓക്കെ, ഇനി നമ്മൾ കൈകൾ മുന്നിൽ കൊണ്ടുവരിക. നമ്മുടെ ഇപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള യോഗ ടീച്ചേഴ്സ് ക്ഷമിക്കുക. നമ്മൾ സാധാരണ യോഗ ഏത് പ്രാക്ടീസും ചെയ്യുമ്പോഴേക്ക് മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഈശ്വര ചൈതന്യത്തെ ആവാഹിച്ചിട്ട് മാത്രമേ നമ്മൾ പ്രാക്ടീസ് തുടങ്ങാറുള്ളൂ. പക്ഷേ നമ്മുടെ ഗ്രൂപ്പ് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ആയതുകൊണ്ടും യോഗയിൽ പലരും പുതിയ ആൾക്കാരായതുകൊണ്ടും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ശാരീരിക ചലനങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അതിനോടൊപ്പം ബ്രെത്തും കൂടെ. ഓക്കെ, കൈകൾ മുന്നിലേക്ക് വെച്ച് നമുക്ക് മെല്ലെ കൈകൾ മുമ്പോട്ട് നടക്കാൻ ശ്രമിക്കാം. അപ്പോഴേക്ക് നമ്മുടെ പൃഷ്ഠഭാഗം ബട്ടക്സ് താഴെ തന്നെ പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ നട്ടല് നന്നായിട്ടൊന്ന് വരും. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നട്ടല് മുന്നോട്ടാഞ്ഞിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മെല്ലെ വരിക താഴോട്ട്. കഴിയുന്ന ചിലർക്ക് ഇവിടെ മാത്രമേ എത്താൻ പറ്റൂ, ചിലർക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റൂ, അത്ര മതി, ദാറ്റ്സ് ഓക്കെ. നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന അത്യാവശ്യം ശരീരം മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരീരത്തിൽ സ്ട്രെച്ചിങ് ഉണ്ടാവുന്നതും നട്ടല് നിവരുന്നതും നട്ടലിൻ്റെ പേശികളൊക്കെ നിവരുന്നതും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. ഓരോ പ്രാവശ്യം ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴേക്കും, ഓരോ പ്രാവശ്യം ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും മെല്ലെ 1 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 5 മില്ലിമീറ്ററോ മുമ്പോട്ടൊന്ന് നീങ്ങാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവിടെ നമ്മൾ ട്രാപ്റ്റ് ആയിപ്പോവും. ജീവിതം അവിടെ കെട്ടിൽ വീണതുപോലെ ആയിപ്പോവും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് എപ്പോഴും ഒരു പടി മുമ്പോട്ട്, 1 ഇഞ്ച് മുമ്പോട്ട്. അത് ജീവിതമായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നാലും ഒരു പടി ഉയരാൻ, മെച്ചപ്പെടാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ജീവിതം മെല്ലെ നമ്മൾ പോലും അറിയാതെ ഭംഗിയായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ആസനവും ചെയ്യുമ്പോഴും അത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് കുറച്ചുകൂടെ അല്പം കൂടെ പോകാൻ പറ്റൂ. അല്ല, പലരും ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഇത്രേ പറ്റൂ, എനിക്ക് അതിൽ കൂടുതലൊന്നും പറ്റില്ല. നമ്മളവിടെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ വളർച്ചയെ തന്നെ നമ്മളവിടെ മുരടിപ്പിക്കുകയാണ്, മുറിച്ചു കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യരുത്. അപ്പം എപ്പോഴും എനിക്ക് കുറച്ചുകൂടെ ഒരല്പം കൂടെ വളരണം, എനിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാം നമുക്ക് സാധ്യം, നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കാനായിട്ട് നമുക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്ന് ബ്രീത്ത് ചെയ്യുക. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റി തരാനാണ്. പക്ഷേ റൂബിൻ ടീച്ചർ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കേൾക്കുക, ചെവിയുണ്ട് കേൾക്കുക, പക്ഷെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾക്ക് കാഴ്ചക്കാരായിട്ടിരുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും വളരില്ല. ഇവിടെ ഇരിക്കുമ്പോഴേ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തും ശ്വാസം പുറത്തേക്ക് വിട്ടും ശ്രദ്ധാപൂർവം ചെയ്യുക. നമ്മൾ നന്നായിട്ട് ശ്വസിക്കാനായിട്ട് പഠിച്ചാൽ തന്നെ നമ്മുടെ ശരീരം 60% കൂടുതൽ ആരോഗ്യം നേടിയെടുത്ത് കഴിയും. പിന്നെ ബാക്കിയുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മുടെ വ്യായാമവും ഒക്കെ. അപ്പം നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനം. ഓക്കെ, ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മെല്ലെ കൈകൾ പിന്നിലേക്ക് നടക്കുക. കൈകൾ പിന്നിൽ വച്ചുകൊണ്ട് നെഞ്ചിരിക്കുക, ചിന്ന് മുകളിലേക്ക് വരുത്തുക. അപ്പൊ നെഞ്ച് നന്നായിട്ട് വിരിയും. എന്നിട്ട് ഇവിടെ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. കാര്യം നമ്മുടെ ഇപ്പോൾ ശ്വാസകോശങ്ങൾ നന്നായിട്ട് വികസിച്ചിരിക്കുന്ന കാരണം നമുക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പൊ ആ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. ശ്വാസം ഉള്ളിലേക്ക് നിവർന്ന് വരിക. വലത് കൈ നമ്മുടെ ഇടത് കാൽമുട്ടിൽ വയ്ക്കുക. അപ്പോൾ ഇടത് കൈ പിന്നിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് നിവർന്നിരിക്കുക. എന്നിട്ട് പിന്നിലേക്ക് തിരിയുക. നട്ടല് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. അപ്പോൾ കഴിയുമെങ്കിൽ ഇടത് കൈ കുറച്ചുകൂടെ പിന്നിലേക്ക്, അതായത് വലത് വശത്തേക്ക് മൂവ് ചെയ്യുക. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക.
നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. ഞാൻ എൻ്റെ യോഗ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ബ്രീത്ത് 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 ബ്രീത്ത്. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളാരും പലരും മെജോറിറ്റി 90% ആൾക്കാരും ലോക ജനസംഖ്യയിൽ 90% അതിൽ കൂടുതലും ആൾക്കാർ ശ്വാസത്തിൽ ശ്രദ്ധിക്കാറില്ല. എല്ലാവരും കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവിലും പിന്നെ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും കുടിക്കുന്ന പാനീയങ്ങളിലൊക്കെയാണ് ശ്രദ്ധ. പക്ഷെ ശരീരത്തെയും ജീവനെയും കൂടുതൽ നിലനിർത്തുന്നത് നമ്മുടെ ശ്വാസോച്ഛ്വാസമാണ്. എന്തുകൊണ്ട് നമ്മളെല്ലാവരും അതിനെ ഇഗ്നോർ ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സർപ്രൈസ് അല്ലേ? നമ്മൾ അതിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക. നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ആഹാരം കഴിച്ചാൽ മതി, നമുക്ക് അധികം വിശപ്പും തോന്നില്ല. നന്നായിട്ട് ബ്രീത്ത് ചെയ്യാത്തവർക്ക് ഒരുപാട് വിശപ്പ് തോന്നും. എന്തുകൊണ്ടാണ്? ശരീരത്തിന് എനർജി ഇല്ലാത്തതുകൊണ്ട് അല്ല. അതിന് പരിഹാരം ആഹാരം കഴിക്കലല്ല, ആദ്യം നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ്. ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുമ്പോട്ട് വരിക. വലത് കൈ പിന്നിൽ വയ്ക്കുക, ഇടത് കൈ വലത് മുട്ടിൽ വയ്ക്കുക, വലത് കാൽമുട്ടിൽ വയ്ക്കുക. എന്നിട്ട് നട്ടൽ നന്നായിട്ട് മുകളിലേക്ക് ഉയർത്തിയിട്ട് പിന്നിലേക്ക് വയ്ക്കുക. പിന്നെ നന്നായിട്ട് ബ്രീത്ത് ചെയ്ത് തുടങ്ങുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മുമ്പോട്ട് വരിക. കാലുകൾ പിന്നിലേക്ക് നിവർത്തി. വാമായി ശരീരം. ഇവിടെ കുറച്ച് തണുപ്പുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് വിന്ററാണ്. പിന്നെ അങ്ങോട്ട് കുറെ നാളിലത്തേക്ക് തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ കാലുകളിലൊന്ന് തൊടാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ചെയ്യുമ്പോഴേക്ക് നമ്മുടെ നടു വളയാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ കാൽമുട്ടുകൾ താഴോട്ട് പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും പറ്റുന്ന വരില്ല, അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ശരീരം എങ്ങനെയായിരിക്കും, നമ്മൾ ഇത്രയും വർഷം അതിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ ചില വീഡിയോകൾ നമ്മൾ കാണുമ്പോഴേക്ക് പലരും വിചാരിക്കും അവർക്ക് പറ്റും കാര്യം, അവർ വളരെ ഫ്ലെക്സിബിളാണ്. ഞങ്ങളത് ഫ്ലെക്സിബിൾ ആയതിന് കാരണം വർഷങ്ങളോളം അങ്ങനെ ശരീരത്തെ ആ രീതിക്ക് ഉപയോഗിക്കുകയും അതിനെ ചലിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിന് വലിയൊരു അത്ഭുതകരമായ സിദ്ധിയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നന്നായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരീരം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി തനിയെ വളർന്നുകൊള്ളും. നമ്മൾ നിരന്തരം ട്രൈ ചെയ്യുക എന്ന് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നട്ടല് മുമ്പോട്ടായുക, കണ്ണുകൾ അടച്ചിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുക. ഓരോ തവണ നമ്മൾ ശ്വാസം വിടുമ്പോഴും കഴിയുമെങ്കിൽ കാൽമുട്ടുകൾ താഴേക്ക് കൊണ്ടുവരിക. ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും കഴിയുമെങ്കിൽ നട്ടല് മുന്നോട്ട് ആയുക. അപ്പോൾ ലോവർ ബാക്ക് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ആകും. പിന്നെ നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ളവർക്ക് മെല്ലെ കൈമുട്ടുകൾ താഴേക്ക് പ്രസ് ചെയ്യുക. പലർക്കും, ഒരുപാട് പേർക്ക് കാലെത്തിന്ന് വരില്ല, ഇവിടെ മാത്രമേ എത്തുകയുള്ളൂ. കുഴപ്പമില്ല, അവിടെ ഇരുന്ന് ബ്രീത്ത് ചെയ്യുക. എന്നിട്ട് നെഞ്ച് മുമ്പോട്ടാക്കി ശ്വാസം വിട്ട് കൈകൾ മുന്നിൽ കാലുകളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു രീതിയുണ്ട് നമ്മളിവിടെ ചെയ്യുന്ന പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ടവൽ എന്തെങ്കിലും എടുത്ത് കാലിൻ്റെ ചുറ്റിനും പിടിച്ചിട്ട് ആ ടവൽ നമുക്കിങ്ങനെ കൈ അടുത്ത് മെല്ലെ മെല്ലെ അടുത്തോട്ട് വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഒന്നും അടുത്തില്ല അല്ലെങ്കിൽ കാണിക്കാൻ പറ്റും, വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ഒരു മാർഗമാണ്. ഒരു ടവൽ എടുത്തിട്ട് ചെറിയ ടവൽ ഇല്ല, ഹാൻഡ് ടവലാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇതും വളരെ നല്ലൊരു എക്സസൈസ്, നമ്മുടെ നട്ടൽ നിവർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്
നമുക്ക് ഇന്ന് ഇതും ചെയ്യാം. നമുക്കിങ്ങനെ ഒരു വിരൽ ഇതെടുത്തൊരു ടവൽ എടുത്തിട്ട്, ഒരു കുഞ്ഞു ടവലോ ഒരു തോർത്തോ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ വാക്ക് ചെയ്യാം. ഇങ്ങനെ വാക്ക് ചെയ്ത് അടുത്ത് കൊണ്ടുവരാം. ചിലപ്പോൾ ഇവിടെ മാത്രമേ എത്തുള്ളൂ, ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഇവിടെ നമ്മുടെ നട്ടൽ വളയ്ക്കുന്നതിന് പകരം നെഞ്ച് മുമ്പോട്ടാക്കുക. ഓക്കെ, എന്നിട്ട് നെഞ്ച് തന്നെ മുമ്പോട്ട് കൊണ്ടുവരാൻ നോക്കുക, തല കൊണ്ടുവരുന്നതിന് പകരം. അപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് സ്ട്രെച്ച് ആകും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ കഴിയുന്നതും കാലുകളും മെല്ലെ. ചിലർക്ക് ഇവിടെ ആയിരിക്കും പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വേറൊരു മാർഗം ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിനെ യോഗയിൽ വിളിക്കുന്ന പശ്ചിമോത്താസനം എന്നാണ്. ഇതാണ് പശ്ചിമോത്താസനം. പക്ഷേ ചിലർക്ക് പറ്റില്ല. വേറൊരു മാർഗം, കാൽമുട്ടിൽ മടക്കുക, എന്നിട്ട് കൈ കൊണ്ട് പിടിച്ചതിന് ശേഷം നമ്മുടെ നെഞ്ച് തുടയോട് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് ഫേസും താഴെ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് മെല്ലെ നെഞ്ച് വിടിവിക്കാതെ, തുടയിൽ നിന്ന് നെഞ്ച് വിടിവിക്കാതെ മെല്ലെ ഉപ്പുറ്റി മുമ്പോട്ട് നടത്തുക. അപ്പോൾ എവിടെ എത്താൻ പറ്റുമോ അവിടെ എത്തിയിട്ട് അവിടെ ഒന്ന് ബ്രീത്ത് ചെയ്യുക. ഇന്നങ്ങനെ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴേക്ക് ഒരു ഇഞ്ച് കൂടെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. 1 ഇഞ്ച് പോട്ടെ, ഒരു 5 മില്ലിമീറ്റർ മൂവ് ചെയ്യാൻ പറ്റും. അതിന് വലിയൊരു പ്രോഗ്രസ് ആണ്. കാര്യം വളരെ കുഞ്ഞായിട്ടുള്ള ചുരുങ്ങിയിരിക്കുന്ന മസിലുകൾ വിടർന്ന് വരിക, അതിന് സമയം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ അത് കുറേ കൂടെ അയപ്പം നേടും. അപ്പോൾ ഇത് വേറൊരു മാർഗം. ഇങ്ങനെ നടന്ന് അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്ത നടത്ത 1 മാസത്തെയോ 2 മാസത്തെയോ ദിവസം പ്രതിയുള്ള പരിശീലനത്തിന്റെ ഭാഗമാണ്. ഞാനത് ഒറ്റയടി കാണിച്ചെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മെല്ലെ 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 ട്രൈ ചെയ്ത് നിവർന്നു വരാം. വിശ്വസിക്കുക, ഇത് തീർച്ചയായും സംഭവിക്കുകയാണ്. ഇതൊക്കെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ ജീവിത അനുഭവം നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് കാരണം ധൈര്യത്തോടെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ശ്വാസം എടുത്ത് മെല്ലെ മുകളിലേക്ക് വരിക. ഇതിനൊരു കൗണ്ടർ സ്ട്രെച്ച് ഉണ്ട്, നമ്മൾ വിപരീത പോസ്റ്റർ ഉണ്ട് ഇതിനു വേണ്ടി. പക്ഷെ അതിപ്പോൾ ചെയ്യുന്നില്ല, പലർക്കും അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം നമുക്ക് കോബ്ര ചെയ്യാം. കമിഴ്ന്ന് കിടക്കുക. കൈകൾ താഴെ വെച്ച് കൈപ്പത്തി പ്രസ് ചെയ്യുക തറയിൽ. എന്നിട്ട് തലയും നെഞ്ചും ഉയർത്തുക. ഇനി വലത് കാല് ഉയർത്തി പിന്നിലേക്ക് പ്രസ് ചെയ്യുക. അപ്പം നമ്മുടെ ഇടുപ്പിന്റെ ജോയിന്റ് ഓപ്പൺ ആവും. എന്നിട്ട് താഴെ വയ്ക്കുക. അതുപോലെ ഇടത് കാലും ഉയർത്തി പിന്നിലേക്ക് പ്രസ് ചെയ്ത് താഴെ വയ്ക്കുക. അപ്പം നമ്മുടെ പെൽവിസ് ഒന്ന് തറയോട്ട് പ്രസ് ആവും. അവിടെ നിന്ന് ചെസ്റ്റ് മുമ്പോട്ടാഞ്ഞ് തല ഉയർത്തുക. ഇവിടെ നമുക്ക് കണ്ണടച്ച് കുറേ നേരം ഇരുന്ന് ബ്രീത്ത് ചെയ്യാം. നടുവിന് എന്തൊരാശ്വാസം എന്നറിയുമത്. നമ്മുടെ മെജോറിറ്റി ഇപ്പം എല്ലാവരും ഒരുപാട് നേരം കുത്തിയിരിക്കുന്നുണ്ട്. ഇപ്പം മൊബൈലൊക്കെ ഉള്ളത് കാരണം തന്നെ ഒരുപാട് നേരം കുത്തിയിരുന്ന് മൊബൈലിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല നമ്മുടെ ശരീരത്തിൻ്റെ പോസ്റ്റർ എന്താണെന്ന്. വളരെ അലക്ഷ്യമായിട്ടായിരിക്കും നമ്മളിരിക്കുന്നത്. പിന്നെ ഒത്തിരി പേര് ഇന്ന് പണ്ടത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പോഴും ഓഫീസുകളിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും നമ്മുടെ നട്ടല് പ്രകൃതി അല്ലാത്ത ഒരു വളവ് നേടുന്നുണ്ട്. അതിന് ഒരുപാട് പേർക്ക് നടുവേദന ഇന്ന് എല്ലാവരും മെജോറിറ്റി എല്ലാവരും ഒരു നടുവേദന അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് പ്രധാന കാരണം നമ്മൾ എങ്ങനെ നിൽക്കുന്നു, നമ്മളെങ്ങനെ ഇരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ ഒരു പോസ് അതിനൊരു പരിഹാരമാണ്. ഇത് നട്ടലിന് മാത്രമല്ല, നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾക്കും എലിമിനേറ്ററി സിസ്റ്റത്തിനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. നിങ്ങൾ ഏത് ആസനം ചെയ്തിരുന്നാലും നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആസനത്തിലിരുന്ന് ബ്രീത്ത് ചെയ്യുക. എന്നാലേ നമുക്ക് ആസനം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പോസ്റ്റർ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് കുറച്ച് സ്ട്രെച്ചിങ് കിട്ടുമെന്നേ ഉള്ളൂ. പക്ഷേ ഇന്റേണൽ ആന്തരിക അവയവങ്ങൾക്കും നല്ല എക്സസൈസ് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യണം. ഓരോ ആസനത്തിലും നന്നായിട്ട് ബ്രീത്ത് ചെയ്യണം. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൈമുട്ടുകൾ നിവർത്തി ശരീരം കുറച്ചുകൂടെ ഉയർത്താൻ ശ്രമിക്കാം.
അപ്പം നമ്മുടെ അബ്ഡമൻ മസിൽസും സോയാസ് മസിൽസും ഒക്കെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രെച്ച് ആവും. അപ്പോൾ പലർക്കും ബാക്ക് പെയിൻ ഉള്ളതിന് പ്രധാന കാരണങ്ങൾ അത് ബാക്ക് മസിൽസിന്റെ വീക്ക്നെസ് കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ വയറിലെ പേശികളുടെ അബ്ഡമൻ മസിൽസിന്റെ വീക്ക്നെസ് കൊണ്ട് മാത്രമായിരിക്കില്ല. ഒരുപാട് നേരം കുത്തിയിരിക്കുന്നത് കാരണം ചുരുങ്ങിപ്പോകുന്ന ഒരു മസിൽ ഗ്രൂപ്പ് ഉണ്ട്. അതിന് സോയാസ് മസിൽ, നമ്മുടെ പെൽവിസിന്റെ പിൻഭാഗത്ത് നിന്ന് കാലുകളിലേക്ക് കണക്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ അപ്പർ ബോഡിയും ലോവർ ബോഡിയും കണക്ട് ചെയ്യുന്ന കുറേ മസിൽസ്. അത് ചുരുങ്ങി പോകുമ്പോഴേക്ക് നമ്മുടെ പെൽവിസിലോട്ട് വലിവുണ്ടാകും. അപ്പോഴേക്കാണ് പലർക്കും, അതാണ് മെജോറിറ്റി ഒരുപാട് പേർക്ക് ബാക്ക് പെയിൻ കാര്യം. അപ്പം നമ്മളിപ്പോൾ പ്രായമായ ആൾക്കാർ എന്തുകൊണ്ട് കുനിഞ്ഞു നടക്കുന്നു? അപ്പം അതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഈ മസിൽ ഗ്രൂപ്പുകൾ ചുരുങ്ങിപ്പോകുന്നതുകൊണ്ടാണ്. അപ്പം അതിന് ചെയ്യുന്നത് പറഞ്ഞാൽ നിരന്തരം അതിനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരുപാട് എക്സസൈസ് ഉണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴേക്ക് ഇഗ്നോർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് മസിൽസ് ആണത്. എക്സേൽ, സ്ലോലി താഴെ വരിക, താടി താഴെ വെച്ചിട്ട് കൈകൾ പിന്നിലേക്ക് ആക്കുക. നോക്കുക, നമ്മുടെ ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലത് കാല് ഉയർത്തുക. ശ്വാസം പുറത്തോട്ട് വിട്ടുകൊണ്ട് വലത് കാല് താഴ്ത്തുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇടത് കാല് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലത് കാല് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ശ്വാസം എടുത്ത് ഇടത് കാല് ഉയർത്തുക. ശ്വാസം വിട്ട്. ഓക്കെ, ഇനിയുള്ളത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് കണ്ട ഉടനെ അയ്യോ എനിക്ക് പറ്റില്ല എന്നങ്ങ് തീരുമാനിക്കരുത്, ട്രൈ ചെയ്യുക. ഓക്കെ, വലത് കാല് നന്നായിട്ട് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇടത് കാല് മടക്കുക. എന്നിട്ട് വലത് കാല് ഇടത് പാദം കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യം ട്രൈ ചെയ്യുമ്പോഴേക്കും നമ്മളിങ്ങനെ ബാലൻസ് ആയിട്ട് വീണ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് ശ്രമിക്കാതിരിക്കരുത്, വീണ്ടും ശ്രമിക്കുക. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉപമയുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ നടക്കാനായിട്ട് പഠിക്കുമ്പോഴേക്കും അവർ എത്ര തവണയാണ് വീണു പോകുന്നത്. പക്ഷെ അവരത് ഗിവപ്പ് ചെയ്യില്ല, അവർ വീണ്ടും എഴുന്നേക്കും, വീണ്ടും നടക്കാൻ ശ്രമിക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ എത്ര വളർന്നാലും പുതിയൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴേക്ക് ഒരുപാട് തവണ നമ്മൾ പരാജയപ്പെടും. ഇതിനപ്പോൾ വീണ്ടും വീണ്ടും അത് ശ്രമിക്കുന്നവർക്ക് അതൊരു നാച്ചുറൽ ക്വാളിറ്റി ആയിട്ട് മാറിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ശ്രമിക്കുക, ഗിവപ്പ് ചെയ്യാതെ. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴെ കൊണ്ടുവരിക, മെല്ലെ. അതുപോലെ തന്നെ നമുക്ക് മറ്റേ വശം ചെയ്യാം. ഇടത് കാല് ഉയർത്തി സപ്പോർട്ട് ചെയ്യും. ഓർക്കുക, നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട്. നല്ല ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴെ കൊണ്ടുവരിക. കൈകൾ രണ്ടും നെഞ്ചിന് വശവും വച്ചുകൊണ്ട് മാർജാരി ആസനത്തിലേക്ക് വരിക. നമ്മളിത് തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര സമയമാണെന്ന് അറിയില്ല. ബ്രിട്ടീഷ് അവിടെ ഉണ്ടെങ്കിൽ സമയം പറയണേ, 30 മിനിറ്റ് ആകുമ്പോഴേക്ക്. ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നട്ടല്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ ഇതിൻ്റെ വീഡിയോ ഉണ്ട്, നട്ടല് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മുമ്പോട്ട് നോക്കുക. അപ്പോഴേക്ക് നട്ടല് താഴേക്ക് വളയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നട്ടല് മുകളിലേക്ക് ഉയർത്തി നമ്മുടെ താടി നെഞ്ചിലേക്ക് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് നട്ടല്
ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ഓക്കെ, എന്നാ മുട്ടുകൾ ഒരുമിച്ച് കൊണ്ടുവരിക. അതിന്റെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലത് കാല് മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് മുട്ട് നെഞ്ചിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ നെറ്റിത്തടം മുട്ടിൽ തൊടാൻ ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കാലുയർത്തുക, തല ഉയർത്തുക, ശ്വാസം പുറത്തേക്ക് വിട്ട് താഴെ. ഇടതുകാൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇടതുകാൽ ഉയർത്തുക, തല ഉയർത്തുക, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നെറ്റിത്തടം മുട്ടിലേക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് എക്സേൽ. Breathe in, breathe out. അറിയിക്കുക. ഇനി വീണ്ടും ഇവിടെ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ളതാണ്. കോൺസെൻട്രേഷൻ ഇല്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ട. ഇല്ല എങ്കിൽ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ആയിക്കൊള്ളൂ. ഇവിടെ വലത് കാല് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇടത് കൈ പിന്നിലേക്ക് കൊണ്ടുവന്ന് വലത് കാൽ പിടിക്കുക. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കാല് മുകളിലേക്ക് ഉയർത്തുക, മുമ്പോട്ട് നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ കണ്ണുകൾ അടയ്ക്കുക, കോൺഫിഡൻസോടെ. എന്നിട്ട് ബ്രീത്ത് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് കാൽ താഴെ കൊണ്ടുവരിക. ഇനി ഇടത് കാൽ ഉയർത്തി വലത് കൈ കൊണ്ട് പിടിച്ച് മുകളിലേക്ക് ഉയർത്തുക. കണ്ണുകൾ അടച്ച് നന്നായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക. എക്സേൽ, റിലീസ് ചെയ്യുക. ഇനി 1-2 നിമിഷം ശശാങ്കാസനത്തിൽ വിശ്രമിക്കാം. ചെസ്റ്റ് തുടകളിൽ വെച്ചുകൊണ്ട് നെറ്റിത്തടം താഴെ വെച്ച് കൈകൾ പിന്നിലേക്കാക്കി എൽബോസ് കൈമുട്ടുകൾ റിലാക്സ് ചെയ്ത് ഷോൾഡേഴ്സ് റിലാക്സ് ചെയ്ത് മെല്ലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ചിലർക്ക് ഇങ്ങനെ മുഴുവനായിട്ട് വരാൻ പറ്റുന്നവരില്ല. അവർക്ക് ഇങ്ങനെ കൈ ഫിസ്റ്റ് ഉപയോഗിച്ചിട്ട് നെറ്റിത്തട അവരോട് വയ്ക്കുക. ഇനി ചിലർക്ക് ചെസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുണ്ടെങ്കിൽ മുട്ട് നിവർത്തി കുറച്ച് വിരിച്ചിട്ട് ഇങ്ങനെ വേണേലും റെസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കൈകൾ ഇരുവശവും കാൽമുട്ടുകളുടെ ഇരുവശവും വെച്ചിട്ട് നിവർന്നു വരിക. എന്നിട്ട് ഇടത് വശത്തേക്ക് ഇരിക്കുക. വലത് പാദം ഇടത് മുട്ടിന്റെ പുറമേ വശം നമുക്ക് അർദ്ധ മത്സ്യേന്ദ്രാസനം ചെയ്യാം. അപ്പൊ അർദ്ധ മത്സ്യേന്ദ്രാസനത്തിന് പല വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് അതിൻ്റെ കംപ്ലീറ്റ് വെർഷനിലേക്ക് പോകാനായിട്ട് പറ്റുന്നവരില്ല.
അപ്പോൾ നമുക്ക് തുടങ്ങാവുന്ന ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഇടത് കൈ നമ്മുടെ വലത് മുട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കൈ തുടരെ വയ്ക്കുക. വലത് കൈ പിന്നിലാക്കിയിട്ട് നടുവ് നിർത്തിയിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പിന്നിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. പിന്നിലേക്ക് നമ്മുടെ വലത് ഷോൾഡറിന് മുകളിലൂടെ പിന്നിലേക്ക് നോക്കിയിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ഒന്ന് ശ്രമിക്കുക നിങ്ങൾക്ക് കുറച്ചുകൂടെ പിന്നിലേക്ക് പോകാൻ പറ്റുമോ, കുറച്ചുകൂടെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പിന്നിലേക്ക് പോകുക. ഇനി നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള ആണെങ്കിൽ ഇടത് കൈ മുട്ടിന്റെ പുറത്ത് കൊണ്ടുവന്ന് നമ്മുടെ ആംഗിളിൽ പിടിക്കുക. പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം പിന്നിലേക്കുക. ഇതിൽ വേറെ വേരിയേഷൻ കൂടെ ഉണ്ട്. കുറെ കൂടെ ഫ്ലെക്സിബിൾ, അതായത് ഷോൾഡറും ഹിപ്പും ഒക്കെ നല്ല ഫ്ലെക്സിബിൾ ആണെങ്കിൽ നമ്മുടെ കൈ കാലിനിടയിൽ കൊണ്ടുവന്ന് നോക്കുക. മറ്റേ കൈ പിന്നിലേക്ക് കൊണ്ടുവന്ന് പിടിച്ചിട്ട് നടു നിവർത്തിയിട്ട് പിന്നിലേക്കാണ്. വെപ്രാളം കാണിക്കേണ്ട, മെല്ലെ പുരോഗമിക്കുന്നതാണ് നല്ലത് പ്രാക്ടീസിൽ. പക്ഷെ ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല, ശ്രദ്ധിച്ച് ട്രൈ ചെയ്യുക. മെല്ലെ കൈവിടുക, മുന്നിലേക്ക് ആയുക. ഇതിനൊരു കൗണ്ടർ പോസ്റ്റർ ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് കൈയും പുറത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പിന്നിലേക്ക് തിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മുന്നിലേക്ക് വരിക. ഇനി നമുക്ക് മറ്റേ വശത്ത് ചെയ്യാം. ഇപ്പോൾ വലത് കാല് ഇടത് സൈഡ് കൊണ്ടുവരിക. ഇടത് പാദം വലത് മുട്ടിന് പുറത്ത് വയ്ക്കുക. അർദ്ധ മത്സ്യന്ദ്രാസനത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് ഹഗ് ചെയ്യാം. ഇടത് കൈ പിന്നിലാക്കി നട്ടൽ നിവർത്തുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പിന്നിലേക്ക് പോകും. നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിൻ്റെ കെട്ടും പൂട്ടൊക്കെ വിടും, കുറെ കൂടെ റിലാക്സ്ഡ് ആവും, റിലീസ് ആവും. അപ്പോൾ നമുക്ക് കുറെ കൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. പലരും നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാകുമ്പോഴേക്ക് പെട്ടെന്ന്, അത് ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലാണെങ്കിലും പെട്ടെന്ന് നമ്മളെല്ലാവരും ആദ്യം ചെയ്യുന്ന പറഞ്ഞാൽ ശ്വാസം പിടിച്ച് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ജീവന്റെ ചലനം അവിടെ കുറയുമ്പോഴേക്ക് ശരീരത്തിൻ്റെ സാധ്യതകളും കുറഞ്ഞു വരും. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കീപ് കാം, കീപ്പ് ഓൺ ബ്രീതിങ്. അപ്പോൾ അവൾ ബ്രീത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടക്കത്തിൽ വേദനയാണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യണമെങ്കിൽ മെല്ലെ മെല്ലെ ആ വേദന പോലും ഡിസപ്പിയർ ആവും, അപ്രത്യക്ഷമാവും. അപ്പം അതിന് എപ്പോഴും ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക. നമുക്ക് കഴിയുന്നവർക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. ട്വിസ്റ്റ് ചെയ്യും. വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ചിലർക്ക് ഇങ്ങനെ കാല് മടക്കി ഇരിക്കാൻ പറ്റില്ല. ചിലർക്ക് ഇങ്ങനെ വരുള്ളൂ. ഇവിടെ ഹിപ്പിന്റെ ഫ്ലെക്സിബിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ, ബാക്കിന് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മറ്റേ കാല് നിവർത്തി വയ്ക്കുക. നിവർത്തി വച്ചിട്ട് ഇങ്ങനെ, ഇത് കുറേ കൂടെ ഈസിയാണ്, കുറേ കൂടെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയുണ്ടോ ചിലർക്ക് കൈമുട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാന്ന് പറഞ്ഞാൽ കൈമുട്ടിൽ പിടിച്ചാൽ മതി, പിടിച്ചൊരു ട്വിസ്റ്റ് ചെയ്യുക.
ഏത് വിധേനയും നമ്മളെപ്പോഴും നമുക്കൊരു ലൈഫിൽ ഒരു ചലഞ്ച് കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ചിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. പല ചലനങ്ങളും നമ്മൾ കാണുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വരില്ല, നമ്മുടെ ശരീരം ചിലപ്പോൾ അതിന് തയ്യാറായെന്ന് വരില്ല. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ഇതിന് പരിഹാരം കാണാം? അപ്പോൾ അതിന് കുറെ കൂടെ ഈസി ആക്കിയിട്ട് ശ്രമിക്കുക. മെല്ലെ കുറെ നാളുകൾക്ക് ശേഷം മുമ്പോട്ട് പോകാം. ഓക്കെ, ഗുഡ്. ശ്വാസമെടുത്ത് മുന്നിലേക്ക് വരിക. നമുക്ക് കൗണ്ടർ സ്ട്രെച്ച് ചെയ്യാം. കൈകൾ രണ്ടും വലത് തുടയ്ക്ക് പുറത്ത് വെച്ചുകൊണ്ട് നട്ടൽ നന്നായിട്ട് നിവർത്തിയിട്ട് പിന്നിലേക്ക്. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വരിക. നമുക്ക് പ്രാക്ടീസ് വൈൻഡപ്പ് ചെയ്യാം. കാലുകൾ ഉപ്പുറ്റികൾ രണ്ടും നമ്മുടെ പൃഷ്ഠത്തോട് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഹഗ് ചെയ്യുക. ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. നട്ടല് നിവർത്തി മുമ്പോട്ട്, തല മുമ്പോട്ട് കൊണ്ടുവരിക. ഇനി ചെറിയൊരു ചലഞ്ച് നമ്മുടെ കാലുകളുടെയും കാലുകളുടെ ഇടപ്പ് വരെയുള്ള ജോയിന്റുകളുടെ ഫ്ലെക്സിബിലിറ്റിക്കും സ്ട്രെങ്തിനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് കഴിയണമെന്നുള്ളതാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് നമ്മുടെ കക്കൂസുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണല്ലോ ഇരുന്നിരുന്നത്. അപ്പൊ ഇത് ചിലർക്ക് നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും. പക്ഷേ ഇതിനൊരു ശാസ്ത്രമുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നതിനൊരു ശാസ്ത്രമുണ്ട്. ഇന്ന് പലർക്കും ആർത്രൈറ്റീസും പ്രശ്നങ്ങളൊക്കെ, ജോയിന്റ് പെയിനുകളും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ സന്ധികളെ നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ജോയിന്റ്സിനെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല. നമ്മൾ എല്ലാ ദിവസവും രാവിലെ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവർക്ക് അത്രയും വലിയ പ്രശ്നങ്ങൾ, വളരെ പ്രായമുള്ളവരും വളരെ ഫ്ലെക്സിബിൾ മൂവ്മെന്റ് കണ്ടിട്ടുണ്ട്. അതിന് പ്രധാന കാരണങ്ങളിലൊന്നും ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ആംഗിളും നീയും ഹിപ്പും നല്ല ആക്റ്റീവ് ആവും, നടുവിന്റെ പ്രശ്നങ്ങൾ ഒഴിവാകും. പക്ഷെ അതിലുപരി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ കൊടുക്കുന്ന പ്രഷറും അതിനോടൊപ്പം നമ്മുടെ ബ്രീത്തിങ് കൂടെ ചേരുമ്പോഴേക്ക് എലിമിനേറ്ററി സിസ്റ്റം വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഇന്ന് എല്ലാവരും മോഡേണൈസ് ചെയ്യാണ് ലൈഫ്. അപ്പോൾ മോഡേണൈസ് ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ ശരീരത്തിന് സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള പല കഴിവുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ചെയ്യാവുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു സ്റ്റെപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കാലുകൾ നിവർത്തി വയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ മുട്ടുകൾ നമ്മുടെ ഹിപ്പ് ജോയിന്റിന്റെ, ഇടുപ്പ് ജോയിന്റിന്റെ ലെവലോ അതിന് മുകളിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വയറിൽ ചെറിയൊരു പ്രഷർ ഉണ്ടാവും. അതിന് വലിയൊരു ഗുണം ചെയ്യും. അപ്പോ ഇന്ന് പലർക്കും ഇന്നിങ്ങനെ ഇരിക്കാനായിട്ട് കഴിയും. പക്ഷെ ഇന്ത്യക്കാർക്ക് കഴിയണമെന്നുള്ളതാണ്. മിക്കവർക്കും അതിനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇവിടെ മെജോറിറ്റിക്ക് പറ്റില്ല അങ്ങനെ ഇരിക്കാനായിട്ട്. വെരി ഗുഡ്. മെജോറിറ്റിക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റില്ല. ഇത് വലിയൊരു എക്സസൈസാണ് യഥാർത്ഥത്തിൽ. നമ്മൾ രാവിലെ അങ്ങനെ ഇരിക്കുമ്പോഴേ തന്നെ ശരീരത്തിൽ ഒരുപാട് ചലനങ്ങളും മൂവ്മെന്റും രക്തചംക്രമണവും ഒക്കെ നന്നായിട്ട് നടക്കും. അപ്പൊ തന്നെ അതൊരു വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ ആ അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അത് കഴിഞ്ഞു. അപ്പോ അങ്ങനെ ഇപ്പൊ നമ്മൾ പണ്ടത്തെ പറയില്ല, നമ്മുടെ പൂർവികരൊക്കെ ഒരുപാട് ശാരീരികമായിട്ട് അധ്വാനിക്കുന്നു. അവർക്ക് പ്രത്യേകിച്ച് വ്യായാമം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. അത്രയും ഫിസിക്കൽ എക്സസൈസ് ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എക്സസൈസ് പ്രത്യേകം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വ്യത്യസ്തമായ ചലനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പണ്ട് കുട്ടികളെ കാലത്ത് കൊണ്ട് ജെയിൻ റോബോട്ട് എന്ന് പറഞ്ഞില്ല, റോബോട്ടിനെ പോലെ നമ്മൾ മൂവ് ചെയ്യേണ്ടി വരും ലൈഫിൽ. ഓക്കെ, ഇനി കാലുകൾ മുമ്പോട്ട് ആഞ്ഞിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. വീണ്ടും ഒന്ന് തരിക. ഗുഡ്. ഇനി നമുക്ക് അവസാനത്തെ പാർട്ട്, നമ്മൾ യോഗ എപ്പോഴും ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഒരു 10-15 മിനിറ്റ് ശവാസനവും പിന്നെ കഴിയുന്നത്ര സമയം ധ്യാനവും പരിശീലിച്ചിട്ടാണ് നിർത്താറ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 10 മിനിറ്റ് കിടക്കുക, വെറുതെ ഇങ്ങനെ കിടക്കുക, നിശ്ചലമായിട്ട് മലർന്ന് കിടക്കുക, ശരീരം മൂവ് ചെയ്യാതെ
എന്നിട്ട് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ചുമ്മാ കിടക്കുക. അപ്പോൾ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യും, നമ്മുടെ ബ്രെയിനിന് ഒരുപാട് ഓക്സിജൻ കിട്ടും. അപ്പോൾ ബ്രെയിനിൻ്റെ ഓക്സിജനേഷൻ നമ്മൾ ചെയ്യേണ്ട ഡെയിലി നിറയെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ട് പെട്ടെന്ന് ടയർഡാകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്തതിനാണ്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ കിടന്ന് നമ്മൾ കുറേ ബ്രീത്ത് ചെയ്യുക. അത് തന്നെ നമ്മൾ മുഴുവൻ നല്ലൊരു റിലാക്സേഷനും കൊടുക്കും ശരീരത്തിനും മനസ്സിനും. അതുപോലെ നമ്മൾ ചെയ്ത ചലനങ്ങളും ചെയ്തതിന് ശേഷം ശരീരത്തിന് അതിൻ്റെ എനർജിയെ അതിൻ്റെ തനതായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഹാർമോണിയസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ളൊരു മാർഗമാണ് നമ്മൾ ശവാസനം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതൊരു ഷോർട്ട് പ്രാക്ടീസ് ആയത് കാരണം നമ്മൾ അതിലോട്ട് പോകുന്നില്ല. പകരം നമ്മളിവിടെ ഒരു 2 മിനിറ്റ് നിശ്ചലമായിരുന്ന് വീണ്ടും ശ്വസിക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഞങ്ങൾ പിന്നീട് അത് ചെയ്യും, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് 5-10 മിനിറ്റ് നിങ്ങളുടെ കട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇങ്ങനെ മലർന്ന് കിടക്കുക, നിശ്ചലമായിട്ട് കിടക്കുക. ആ ഒരു 5 മിനിറ്റ് നിങ്ങൾ എത്ര സമയം എടുക്കും അത്ര സമയം അനങ്ങാതെ കിടക്കുക. അതാണ് അതിൻ്റെ സീക്രട്ട്. പക്ഷെ ബ്രെത്തിൻ്റെ ചലനങ്ങൾ മാത്രം ഉണ്ടാവും ശരീരത്തിന്. ഓക്കെ, നമുക്ക് 2 മിനിറ്റ് നിശ്ചലമായിട്ട് ഇരുന്ന് ശ്വസിച്ചിട്ട് നമുക്ക് നിർത്താം. കൈകൾ കൂപ്പി നമുക്ക് ഈ ഒരു അവസരം തന്നതിനും ഇത്രയും സുന്ദരമായ ഒരു ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിനും ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിനും സർവേശ്വരന് നന്ദി പറയാം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഷെയർ ചെയ്യുക നമ്മുടെ ഈ പ്രാക്ടീസ്. പരമാവധി നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവാസികളെയും ഒക്കെ വ്യായാമം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. കാര്യം നമ്മളെല്ലാവരും ഈ ഗ്രൂപ്പിലുള്ള ഓരോ അംഗങ്ങളും ഈ ഒരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് വളരെ വലിയൊരു ഉത്തരവാദിത്തോടും വളരെ വലിയൊരു ഇല്ലീഷനോടും കൂടെയാണ്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ നാട്, നമ്മുടെ സ്വർഗതുല്യമായ നമ്മുടെ കേരള ജനത ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുള്ള സ്വപ്നത്തിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ നിത്യം വ്യായാമം ചെയ്യുക എന്നുള്ളൊരു ഹാബിറ്റ്, ഒരു കൾച്ചർ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല അത്. അപ്പോൾ നമ്മളൊരു പുതിയൊരു സംസ്കാരം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കഠിന ശ്രമത്തിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഓരോ അംഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ മാത്രം ആരോഗ്യത്തോടെ ഇരുന്നുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാനായിട്ട് കഴിയില്ല, അല്ലേ? നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും ആരോഗ്യത്തോടെ ഇരുന്നാലേ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ അയൽവാസികളും ഒക്കെ എല്ലാവരും ഒരു സന്തുഷ്ടരായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് കൂടുതൽ സന്തോഷം സൃഷ്ടിക്കാൻ കഴിയും. ഓക്കെ, ജോയിൻ ചെയ്തതിന് നന്ദി. ഇനിയും നമുക്ക് ഒരുപാട് സർപ്രൈസ് നമ്മുടെ ഗ്രൂപ്പുകളുണ്ട്. ബി ട്യൂൺഡ്. താങ്ക് യു വെരി മച്ച്. റൂബിൻ ടീച്ചറിന് എന്നെ ഇൻസ്പയർ ചെയ്യുന്നതിന് പ്രത്യേകം നന്ദി. ഓക്കെ, താങ്ക് യു.